കേരളത്തിലെ വോട്ടർമാരെ നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ്. മാനിഫെസ്റ്റോയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. കാരണം മോഡിഫിക്കേഷൻ നടത്തട്ടെ, ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ല. തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാഗ്ദാനമാണ്. 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് കേന്ദ്ര നിയമമാണ്. സംസ്ഥാനങ്ങൾക്ക് ഇത് മാറ്റാൻ യാതൊരുവിധ അധികാരവുമില്ല. ഈ ആക്ടിൽ സെക്ഷൻ 52 കൃത്യമായി പറയുന്നുണ്ട്, വാഹനത്തിൻ്റെ യഥാർത്ഥ നിർമ്മാതാവിൻ്റെ സ്പെസിഫിക്കേഷനുകൾ മാറ്റി മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന്. സുരക്ഷ, ശബ്ദം, മലിനീകരണം, ലൈറ്റിംഗ് തുടങ്ങിയ കേന്ദ്ര മാനദണ്ഡങ്ങൾക്ക് വിധേയമാണ്. ഇതിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റവും വരുത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയില്ല. ഈ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട്. 5000 രൂപ ഫൈൻ മുതൽ വാഹനം പിടിച്ചെടുക്കൽ, RC റദ്ദാക്കൽ വരെ ഇതിന് സാധ്യമാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ നിയമം നടപ്പാക്കാൻ മാത്രമേ സാധിക്കൂ. കേന്ദ്ര നിയമം മാറ്റാതെ മോഡിഫിക്കേഷൻ സാധ്യമാകുമെന്ന് പറയുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ജനങ്ങളെ പറ്റിക്കൽ മാത്രമാണ്. വാഹനപ്രേമികളുടെ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണിത്. ആ ആഗ്രഹത്തെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ UDF ചെയ്യുന്നത് ആ ആഗ്രഹത്തെ വോട്ടാക്കി മാറ്റാൻ വേണ്ടി അവരെ പറ്റിക്കുകയാണ്. ഇത് ശരിയല്ല. ചെയ്യാൻ പറ്റില്ലെന്ന് 100% ഉറപ്പുള്ളൊരു കാര്യത്തെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ 5 ഗ്യാരണ്ടികൾ വിശ്വസിച്ച് ജനം വോട്ട് ചെയ്യുക? ഇനി ഈ നിയമം നടപ്പാക്കണമെങ്കിൽ UDFന് കേന്ദ്രം ഭരിക്കുന്ന BJPയുമായി അത്ര ശക്തമായ അലയൻസ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഇന്ത്യ മുഴുവനുള്ളൊരു നിയമത്തെ എങ്ങനെയാണ് അവർ കേരളത്തിന് വേണ്ടി മാത്രം മാറ്റുക? ഇത്തരം വാഗ്ദാനങ്ങൾ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.